Hello guys, Assalamu alaikum. Welcome back to Faisal Tasty Cooking. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ണൂരിലെ മസാല മുട്ട ബജി എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. I don't really know what comes next. I'm just doing my best. ആദ്യം മുട്ട ബജിക്കുള്ള മസാല തയ്യാറാക്കുക. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ചെറുതായി നുറുക്കി വെച്ച ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി എണ്ണയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം ചെറുതായി എരിഞ്ഞ് വെച്ച ഒരു 3 മീഡിയം സൈസ് ഉള്ളി കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി. നമ്മളെ മസാലകളുടെ ഉള്ളി വഴന്ന് വരുന്നുണ്ട്. 4 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പുഴുങ്ങി വെച്ച മുട്ട പകുതിയാക്കി എടുത്ത് അതിനുള്ളിലുള്ള മഞ്ഞ എടുത്തിട്ട് മസാലൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ മസാല മുട്ട വെച്ചിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിനുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഞാൻ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ബാറ്റർ പരുവത്തിലാക്കി കുഴച്ചെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് ബാറ്ററെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി മസാല നമ്മൾ ഇതേപോലെ ചെറിയൊരു ബോളുകളാക്കി എടുത്തിട്ട് പകുതിയാക്കി വെച്ച മുട്ടേൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കുക. ഇതേപോലെ നമുക്ക് മൊത്തം ചെയ്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്ററെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോരോ മുട്ട എടുത്തിട്ട് ഇട്ടതിന് ശേഷം മുട്ട നന്നായിട്ട് മസാല പിടിപ്പിച്ചെടുക്കുക. ഇതേപോലെ മുട്ടേൻ്റെ എല്ലാ സൈഡിലും നമ്മളെ ബാറ്ററി എത്തുന്ന തരത്തിലുമാണ് നമ്മൾ ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോന്നോരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കണ്ണൂർ തട്ടുകടയിലെ സ്റ്റൈലിലുള്ള മസാല മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടിയും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
നമ്മൾ തമിഴ്നാട് സ്റ്റൈലുള്ള മുട്ട ബജീൻ്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ ഐക്കണിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമ്മളെ മുട്ട ബജി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു. ഗുഡ് ബൈ.